Hi, Makalai. Welcome back to Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just begin. So, മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ചാപ്റ്റർ ആണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന ഒരു ഏരിയ ആണ് സാറേ ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഇതാണ്, വളരെ സിമ്പിൾ ആണ് മക്കളെ. അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട് ആണ്, അല്ലേ. എന്താണ് റെയിൽ ഗതാഗതത്തിന്റെ മേന്മകൾ, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് 3 മാർക്സിനില്ല, അല്ലെ 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റീസ് ആർ വെരി വെരി ഹൈ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 പോയിന്റ്സ് എങ്കിലും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ, വളരെ സിമ്പിൾ ആണ്. റെയിൽ എന്താണ് ബേസിക്കലി, ട്രെയിനിൽ പോവുക അല്ലെങ്കിൽ തീവണ്ടിയിൽ ഇങ്ങനെ പോകാന്നുള്ളത് എന്താണ് മക്കളെ, ഇറ്റ് ഈസ് എ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്, അല്ലെ. വളരെ ചെലവ് കുറവാണ്, അല്ലെ, വളരെ ചെലവ് കുറവുള്ള, ഏറ്റവും ചെലവ് കുറവുള്ള ഏത് സാധാരണക്കാരും പറ്റുന്ന കാര്യമാണ് എന്ത്, പിന്നെ തീവണ്ടിയിൽ യാത്ര ചെയ്യുക എന്നുള്ളത്, അല്ലെ മക്കളെ. മക്കൾസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ട്രെയിനിൽ ഒരു തവണയെങ്കിലും ലൈഫിൽ പോയിട്ടുണ്ടാവും. പോയിട്ടില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ മേലോട്ടുള്ള ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. സെറ്റ് ആണല്ലോ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെലവ് കുറഞ്ഞിട്ടുള്ള സംവിധാനമാണ് റെയിൽ ട്രാൻസ്പോർട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. സോ ഇത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കാം. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്താണ് മക്കളെ, അതും വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് എന്താണ്, ഹെൽപ്സ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്, അല്ലെ. ഒരുപാട് ചരക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രെയിൻ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അല്ലെ. കൊണ്ടുപോകാൻ പറ്റില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് പിന്നെ വലിയ വണ്ടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചതും അതേപോലെ സാധനങ്ങളൊക്കെ, വലിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾ കാണാറില്ലേ. സോ ബേസിക്കലി എന്താണ്, അത് റെയിൽ കൊണ്ടുള്ളൊരു നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ്, അല്ലേ. സോ കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു. ആൻഡ് ദ തേർഡ് പോയിന്റ് എന്താണ് മക്കളെ, വളരെ സിമ്പിളാണ്. എന്താണ്, പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് എക്കണോമിക് സിസ്റ്റം, അല്ലെ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ആര്, റെയിൽ. കാരണം എന്തായിരിക്കും മക്കളെ, നമ്മളെല്ലാ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്, നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം എന്താണ്, നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ പിന്നെന്താണ്, പഴംപൊരി വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോരുത്തരും ഇരുന്നില്ലേ. അവരൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ബിക്കോസ് എന്താണ്, നമ്മൾ അവരിൽ നിന്ന് സാധനം വാങ്ങുന്നു, അവർ വിൽക്കുന്നു, അപ്പോൾ അവിടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നു, അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നടക്കാറുണ്ട്, പിന്നെ ട്രെയിനിൽ നടക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ബൂസ്റ്റ് ചെയ്യാൻ അതെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സോ ആ ആസ്പെക്റ്റിലാണ് തേർഡ് പോയിന്റ് നിങ്ങൾ അടിപൊളിയായിട്ട് ഓർത്തിരിക്കുന്നത്. എന്താണ് മക്കളെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് എന്താണ് 3 മാർക്സിനെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, എല്ലാവരും അടിപൊളിയായിട്ട് ഇത് പഠിച്ചിരിക്കുക. ആൻഡ് സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ, നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമിനൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, എന്തൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന Xylem നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ബാച്ച് ഉണ്ട്. എൻ്റെ കുഞ്ഞുമക്കൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് അതാണ് പൃഥ്വി ബാച്ചാണ് മക്കളെ, പൃഥ്വി ബാച്ചാണ്. ഓക്കെ, ഈ പൃഥ്വി ബാച്ചിലേക്ക് എൻ്റെ മക്കൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. അവരുടെ PYQ സെഷൻസ് കിട്ടും. അതേപോലെ തന്നെ എന്താണ് മക്കളെ, നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഡെയിലി നിങ്ങൾക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പിന്നെ യൂണിറ്റ് എക്സാംസ് ഉണ്ടായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് എന്താണ്, നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പൊളി, നിങ്ങൾ കിടിലാക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ടുള്ള ക്ലാസ്സസ് Xylem ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഈ ഒരു പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് ഒരു കാര്യം കൂടി ഉണ്ട്, എന്താണ് മക്കളെ, ആ 15% ഓഫറൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം ജോയിൻ ചെയ്യാനും പറ്റും. സോ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ക്രിസ്മസ് എക്സാം അടുക്കുകയാണ്. സോ അതിന് മുമ്പ് എന്ത് ചെയ്തോ, പെട്ടെന്ന് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോവാം. താങ്ക് യു സോ മച്ച്. ബൈ.